ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഫ്രണ്ട്സ്, കുറെ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇപ്പം മന്ത്ലി ഒരു വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ കുറച്ചെണ്ണം കഴിയുമ്പോൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ കോവിഡിന്റെ വാക്സിൻ കണ്ടുപിടിച്ചു. അപ്പോൾ ആ കോവിഡിന്റെ വാക്സിന് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നാണ്, ഓൺലൈനായിട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ എത്തിക്കുക. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഞാൻ ഇതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കയറുക, കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവും. അപ്പോൾ ആ വെബ്സൈറ്റ് ഓപ്പൺ ആയതിനു ശേഷം രജിസ്റ്റർ യുവർ സെൽഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജ് ലോഡായി ഓപ്പൺ ആയി വരും. അപ്പോൾ അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് OTP ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗെറ്റ് OTP ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ATP മെസ്സേജ് ആയിട്ട് വരും. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അന്നേരം ഫോട്ടോ ID, അന്നേരം നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആധാർ കാർഡ്, ലൈസൻസ്, പാൻ കാർഡ് എല്ലാം കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലേതാണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ആധാർ കാർഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആധാർ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആധാർ നമ്പർ മൊത്തം കറക്റ്റായിട്ട് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ആധാർ കാർഡ് കൊടുത്തിരിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ പേരും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ അപ്പന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പൻ്റെ പേര് രാഘവൻ നാരായണൻ എന്നാണ് ആധാർ കാർഡിൽ. ഞാൻ അതുപോലെ തന്നെ അതിലുള്ളതിൻ്റെ തൊട്ട് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ എല്ലാം അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഈ വാക്സിനേഷൻ നടക്കുന്നത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ്. അതിന് താഴെയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇനി ജെൻഡർ സെലക്ട് ചെയ്യണം, മെയിലാണോ ഫീമെയിലാണോ അത് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഇയർ ഓഫ് ബർത്ത്, ജനിച്ച വർഷം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മുമ്പോട്ട് വേണം. അത് കഴിയുമ്പോൾ ഡോസ് 1 ഷെഡ്യൂൾ ആവുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തിട്ട് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും, അതേ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിക്റ്റാണ്. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലുള്ള എല്ലാ ഫിസിക്കൽ ഹെൽത്ത് സെൻ്ററും അതുപോലെ വാക്സിനേഷൻ എടുക്കുന്ന എല്ലാ ഓർഗനൈസേഷനും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോകാം. അപ്പോൾ ഇവിടെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് സെർച്ച് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ സെൻറ്ററിൻ്റെ പേര് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കുക. ഇനിയിപ്പോൾ നമ്മൾ പിൻകോഡിലാണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പിൻകോഡിലുള്ള ഫിസിക്കൽ ഹെൽത്ത് സെൻ്റർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്സിനേഷൻ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ കാണാൻ പറ്റും. അതിന് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം.
നമ്മുടെ ഡിസ്ട്രിക്റ്റ് നമുക്ക് ഈ ജില്ലയിൽ നമുക്കിപ്പോൾ നമ്മുടെ സ്ഥലത്ത് പോലെ മറ്റ് കുറച്ച് ദൂരമുള്ളിടത്ത് പോകണം. ചില സ്ഥലങ്ങളിൽ നല്ല തിരക്കായിരിക്കും. നമുക്ക് കുറച്ച് ദൂരെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് പാലമേൽ PHC ആണ്. നിങ്ങളെ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ പാലമേൽ PHC സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷനെ കൊടുത്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത സമയത്തൊക്കെ ഫിക്സഡാണ്. അപ്പോൾ ഏപ്രിൽ 11 ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ ഫോണിനോടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വരും. അതിനുശേഷം നമ്മൾ കൺഫേമേ ക്ലിക്ക് ചെയ്യുക. അല്ലാതെ നമുക്ക് ഈ ഡീറ്റെയിൽസ് അടക്കുന്ന PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഡൗൺലോഡ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഡൗൺലോഡ് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ ഡൗൺലോഡ്സിൽ കയറി നമുക്കത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ PDF. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് പ്രിന്റ് ചെയ്ത് കൈ വെച്ചിരുന്നത് നല്ലതാണ്. ഇത് പറഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ ഈ ഡേറ്റ അടങ്ങുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം എന്നാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഇതുകൊണ്ട് അപ്പോൾ ഗൈസ്, ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതിനോടൊപ്പം ഓൾ ഓപ്ഷൻ ആക്കി വെക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാം മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു വീഡിയോ റെഡിയാക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കൂടെ മാത്രമല്ല, ആരോഗ്യ സേതു ആപ്ലിക്കേഷനിലൂടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പോലെ മറ്റൊരു വെബ്സൈറ്റിൽ കൂടെ ചെയ്യാം. നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇറ്റ്സ് മീ അശ്വിൻ സനിയ വിത്ത് ക്യാമറ മച്ചാൻ ഋഷിയേഷ്.